18 സിദ്ധന്മാർക്കും ഗുരുവായ അഗസ്ത്യമുനി പാരമ്പര്യമായി ചിട്ടപ്പെടുത്തിയ ചികിത്സാരീതിയാണ് നാഡീചികിത്സ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചികിത്സാരീതി ഉപയോഗിച്ച് രോഗികൾക്ക് അസുഖം പൂർണ്ണമായും ഭേദമാക്കി നൽകുന്ന വെള്ളറട ആറാട്ടുകുഴിയിലെ ഒരു ആശുപത്രിയുണ്ട്. അഗസ്ത്യനാഡി പാരമ്പര്യ വൈദ്യശാല. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. തൻ്റെ കുട്ടിക്കാലം മുതൽക്കേ പാരമ്പര്യ വൈദ്യനായ അച്ഛനോടൊപ്പം നടന്ന് ചികിത്സാരീതിയും മരുന്നുകൂട്ടുകളും കണ്ടു വളർന്ന് പിന്നീട് സിദ്ധവൈദ്യത്തിൽ പ്രാവീണ്യം നേടി ഇപ്പോൾ ഒരുപാട് രോഗികൾക്ക് രോഗശാന്തി നൽകുന്ന ഡോക്ടർ വിവേകാണ് ഈ സ്ഥാപനത്തിൻ്റെ നട്ടെല്ല്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നാഡീ ചികിത്സയെക്കുറിച്ചും ഈ സ്ഥാപനത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും. നമ്മളൊരു 8 തലമുറയായിട്ട് ഈ അഗസ്ത്യമുനിയുടെ കീഴിലുള്ള നാഡീ ചികിത്സ ചെയ്യുകയാണ്. അപ്പോൾ നാഡീ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനുമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നാഡീ ചികിത്സ ഇതനുസരിച്ച് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതായത് വാതപിത്ത കഫങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ഓരോ രോഗങ്ങളും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. വാതപിത്തത്തിൻ്റെ ആധിക്യം കൊണ്ടും അത് കുറയുന്നത് കൊണ്ടും ആണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് വാതപിത്തങ്ങൾ ഏതാണ് കൂടുകയും കുറയുകയെന്ന് നമുക്ക് നാഡീ പരീക്ഷയിലൂടെ മനസ്സിലാക്കി അത് കൂട്ടുവാനും കുറയ്ക്കാനുള്ള ഔഷധങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏത് രോഗവും കൺട്രോളാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചികിത്സ ശാസ്ത്രീയമായ ചികിത്സ തന്നെയാണ്. അതായത് എക്സ്റേ സ്കാനിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അതോടൊപ്പം നമ്മുടേതായിട്ടുള്ള കുറച്ച് നാഡീ ഡയഗ്നോസിസും കാര്യങ്ങളും കൂടെ ഉപയോഗിച്ച് അതെങ്ങനെ ഫലപ്രദമാക്കാം എന്നും കൂടെ ചേർത്തിട്ട് പരമാവധി എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് നിലവിൽ. അഗസ്ത്യമുനി ഓരോ രോഗവും അതിൻ്റേതായിട്ടുള്ള ഒരു ബേസിക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രമേഹമായിക്കോട്ടെ, പ്രമേഹം ഒരു നാഡീ രോഗമായിട്ടാണ് അഗസ്ത്യമുനി കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആധുനിക ശാസ്ത്രത്തിൽ ഡയബറ്റിക് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ന്യൂറോ സംബന്ധമായിട്ടുള്ള ന്യൂറോപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലിലെ നെർവ്സിനെ ബാധിച്ച് സെൻസേഷൻ നഷ്ടപ്പെടുകയും അതിൽ തുടർന്ന് വലിയ വ്രണങ്ങളുണ്ടായാൽ കരിയാൻ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള രോഗമാണ്. അത്തരത്തിൽ റെറ്റിനോപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ നെർവ്സിനെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കാഴ്ചശക്തി ക്രമേണ നഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിലെ രോഗമാണ്. അത്തരത്തിൽ എല്ലാ രോഗത്തിനും അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായി തന്നെ അഗസ്ത്യമുനി നാഡീ ചികിത്സാ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്കിലാണ് നമ്മൾ തലമുറകളായിട്ട് നാഡി നോക്കി തന്നെയാണ് ഈ തലമുറയിലും ചികിത്സിക്കുന്നത്. പാരമ്പര്യമായിട്ട് നമ്മളൊരു 8 തലമുറകളായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു കണക്കൂട്ടലനുസരിച്ച് 1901 മുതൽ നമ്മുടെ ശങ്കരൻ വൈദ്യർ എന്ന് വളരെ പ്രശസ്തനായ ഒരു വൈദ്യരാണ്. എല്ലാവർക്കും അറിയാവുന്നതും വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു വൈദ്യരാണ് അദ്ദേഹമാണ് ഒരു സാധാരണ പഴയ കാലങ്ങളിൽ വീടുകളിൽ ചെന്ന് ചികിത്സിക്കുന്ന നാഡീ ചികിത്സ ഒന്നും മാറ്റി നിർത്തി ഒരു വൈദ്യശാലയായി അദ്ദേഹം ഒരു വൈദ്യശാലയായി തന്നെ ഒന്ന് രൂപകൽപ്പന ചെയ്യുകയും അതിനുശേഷം പിന്നെ വൈദ്യശാലകളിലാണ് തലമുറകളായിട്ടുള്ള ചികിത്സകൾ. അതായത് സാധാരണ ആയുർവേദ, സിദ്ധ ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാഡീ ചികിത്സ. നാഡീ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ നാഡി നോക്കി ഡയഗ്നോസിസ് ചെയ്ത് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇത് ആയുർവേദത്തിന് സിദ്ധയെക്കാളും വളരെയേറെ പുരാതനമായ ഒരു ചികിത്സാ രീതിയാണ്. ഇതൊരു ദ്രാവിഡ ചികിത്സയാണ്. ആദ്യത്തെ ഭാഷ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭാഷയാണ് തമിഴ് ഭാഷ. അപ്പോൾ അതിൽ നിന്ന് ഈ തമിഴ് ഭാഷ ഉണ്ടായ കാലത്ത് തന്നെ ഈ നാഡീ ചികിത്സയും അഗസ്ത്യമുനി ഈ നാഡീ ചികിത്സ എഴുതുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു പക്ഷേ ഈ തമിഴ് ഭാഷ പോലും രൂപകൽപ്പന ചെയ്തത്. അനേക ശാസ്ത്രങ്ങളുണ്ട്. അതിലൊരു ശാസ്ത്രമാണ് ഈ നാഡീ ചികിത്സാ ശാസ്ത്രവും. പ്രമേഹം ഒരു 21 തരത്തിലാണ് അഗസ്ത്യമുനി പറഞ്ഞിട്ടുള്ളത്. അതിൽ സാധ്യം അസാധ്യങ്ങളായിട്ടുള്ളതുണ്ട്. അതിൽ ഏകദേശം ഒരു 80% പ്രമേഹ രോഗികൾ നമുക്ക് പൂർണ്ണമായും തന്നെ സുഖപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, പ്രമേഹ രോഗം ബാധിച്ച് കരിയാത്ത വ്രണങ്ങൾ, കണ്ണിലെ കാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ന്യൂറോപ്പതി, നെഫ്രോപ്പതിയുടെ ആദ്യ ഘട്ടങ്ങൾ ഇതൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പ്രമേഹം, ത്വക്ക് രോഗം, നടുവിൻ്റെ ചികിത്സ ഇതൊക്കെ ഒരു പ്രായപൂർത്തിയായ ആൾക്കാർക്കാണ് കൂടുതലും ചികിത്സിക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഷുഗർ വരുന്നത് വളരെ ചെറിയ വയസ്സുകളിൽ തന്നെയാണ് കൂടുതലും ഷുഗർ ഉണ്ടാകുന്നത്. അതിന് വളരെ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിനായി മദ്യപാനം, ലഹരിയുടെ ഉപയോഗമൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ധാരാളം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് അലോപ്പതിയിലൂടെ ഒരിക്കലും റിവേഴ്സ് ചെയ്തെടുക്കാൻ കഴിയില്ല. നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസുകൾ ഉപയോഗിക്കുന്നതിലൂടെ
നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ എനർജി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എത്ര സങ്കീർണമായ രോഗത്തെയും പരമ്പരാഗതമായ ചികിത്സാ രീതിയിലൂടെയാണ് ഇവിടെ സമീപിക്കുന്നത്. അമിതമായ പണച്ചെലവുകളോ സർജറി പോലുള്ള ചികിത്സാ രീതികളോ ഇല്ലാതെ ഒരു രോഗത്തെ 99% ഭേദമാക്കാൻ നാഡീ ചികിത്സയിലൂടെ സാധിക്കുന്നു. അതായത് എല്ലാ ചികിത്സയും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആലോപ്പതി ആധുനിക ശാസ്ത്രത്തിന് പൂർണ്ണമായി മാറ്റാൻ കഴിയാത്ത അനേക രോഗങ്ങളുണ്ട്. അത് മാത്രമല്ല, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും വലിയ ചിലവുകളാണ്. സർജറികൾ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ നമ്മുടെ ചികിത്സയിലൂടെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്കിൻ്റെ ബൾജിങ് ആയിക്കോട്ടെ, ആ കണ്ണിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് സർജറി ഇല്ലാതെ ഒരുപാട് പേർക്ക് സുഖപ്പെടുന്നുണ്ട്. അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ, അതായത് വളരെ പുരാതന കാലഘട്ടങ്ങളിൽ വളരെ കുറവായിരുന്നു. കാരണം അന്നത്തെ ആഹാര രീതി, അതുപോലെ മൊബൈൽ റേഡിയേഷൻ, അങ്ങനത്തെ സാധാരണ റേഡിയേഷനുകൾ, കെമിക്കൽസ്, ഇതൊക്കെ ആഹാര രീതി, ഇതെല്ലാം വളരെ വ്യത്യാസമായിരുന്നു. അപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് ഓരോ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വലിയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള മരുന്ന് നമുക്ക് ഈ കാലഘട്ടത്തിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ചെയ്ത് മാത്രമേ നമുക്കത് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതായത് അഗസ്ത്യമുനി നാഡീ ചികിത്സയിൽ ഒരുപാട് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ഇന്ന് അതൊന്നും തന്നെ നമ്മളെ സാധാരണ ലഭ്യമായിട്ട് ഒരു സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. അത് നമ്മൾ തലമുറകളായിട്ട് നമുക്ക് കൈമാറി വന്നതാണ്. അതിൽ തന്നെയാണ് ഈ നാഡീ ചികിത്സയിലെ എല്ലാ മരുന്നുകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നാഡീ ചികിത്സയിലുള്ള പ്രധാന ഔഷധക്കൂട്ടുകളെല്ലാം ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. അതുപോലെ നമ്മുടെ നാഡീ ചികിത്സയിൽ വരുന്ന എല്ലാ മരുന്നുകളും പൂർണ്ണമായി ഹെർബൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. ഇതിന് വേറെ യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഒരു മെറ്റൽസോ മറ്റ് കെമിക്കൽസുകളോ ഒന്നും തന്നെ നമ്മുടെ മെഡിസിനിൽ ചേരുന്നതല്ല. നമ്മുടെ മെഡിസിൻ വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. ഇവിടെ മാത്രം നമ്മൾ തലമുറകളായിട്ട് നിർമ്മിച്ച് വരുന്നതാണ്. വേറെ ബ്രാഞ്ചസോ അങ്ങനെയൊന്നുമില്ല, നമുക്കിവിടെ മാത്രമേ ഉള്ളൂ. അതായത് പഥ്യം നാഡീ ചികിത്സയിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം സാധാരണ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഏത് മരുന്ന് കഴിക്കുമ്പോഴും വെള്ളം ധാരാളം കുടിക്കാം. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതും എത്ര വെള്ളം കുടിച്ചാലും തെറ്റില്ല, നമുക്ക് വെള്ളം ധാരാളം കുടിക്കാം. പക്ഷേ അത് നമ്മുടെ നാഡീ ചികിത്സയിൽ വരുമ്പോൾ അത് വളരെ തെറ്റാണ്. കാരണം വെള്ളം കുടിക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രമേ വെള്ളം കുടിക്കാവൂ. അതായത് വാതപ്രകൃതമുള്ളവർക്കോ അതുപോലെ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള നീര് എന്തെങ്കിലും ഉള്ള ആൾക്കാർ വെള്ളം വളരെ കുടിക്കാവൂ. അതായത് ഒരു ക്രിയേറ്റിൻ്റെ പ്രശ്നമുള്ള ഒരാൾ ഒരു ദിവസം 1 ലിറ്ററിന് താഴെ വെള്ളം മാത്രമേ കുടിക്കാവൂ. അതുപോലെ സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരാൾ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. അപ്പോൾ രോഗത്തിൻ്റെ സ്വഭാവങ്ങൾ അനുസരിച്ചാണ് വെള്ളം കുടിക്കുന്നതും കൂട്ടുന്നതും എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഇവിടെ വരുന്ന ഏകദേശം 98% ആൾക്കാർക്കും രോഗശാന്തി ലഭിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബുദ്ധിമുട്ടായിട്ടും നാഡി നോക്കുമ്പോൾ തന്നെ അസാധ്യങ്ങളായ കേസുകൾ ഇവിടെ എടുക്കാറില്ല. നമ്മൾ എടുക്കുന്ന കേസെല്ലാം ഏകദേശം 98-99% ആൾക്കാർക്കും പൂർണ്ണമായി തന്നെ സുഖപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. തമിഴ്നാട്ടിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും, തമിഴ്നാടിന് പുറത്തുനിന്നും ഒക്കെ വരുന്നുണ്ട് ആൾക്കാർ. അതായത് നമ്മൾ പ്രമേഹം ബാധിച്ച് കാല് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ സുഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഡിസ്കിൻ്റെ സർജറിക്ക് വിധിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇടത്തി ചികിത്സയുടെ സംവിധാനം ഇവിടെ ഇല്ല. നമുക്ക് മരുന്ന് നാടി നോക്കി മരുന്ന് കൊടുത്തയക്കുകയാണ് പതിവ്. ഇവിടെ ഞാൻ മേശിരി പണിക്കാരനാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല, ഓവർ തടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആനപ്പോൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് അവർ കണ്ടുപിടിച്ച ഷുഗർ കൂടി നിൽക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു, എപ്പോഴും ഭയങ്കര ആഹാരം കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് തടി കൊണ്ട് കൂടിയത്. അങ്ങനെയാണ് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ഇതേപോലെ ആകാട്ടുവഴിയിലൊരു വൈദ്യരുണ്ട്, നീ അവരെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ വന്നു. അപ്പോൾ വൈദ്യരുടെ അടുത്ത് പറഞ്ഞാൽ റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് കൊണ്ട് ഇവിടെ പരിശോധിച്ചപ്പോൾ ഷുഗർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ പൊടി കഴിച്ചാൽ അത് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൊടി കഴിച്ച് ഇപ്പോൾ 6 മാസം കൊണ്ട് പൊടി കഴിക്കുകയാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് നോർമൽ, ഷുഗർ നോർമൽ. ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ 2 മാച്ചൻ്റെ അതേപോലെ തന്നെ വീട്ടിലിരിപ്പുണ്ട്. ഇപ്പം പണിക്കൊക്കെ പോകുന്നുണ്ട്, പരിഗണസുകൊണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 103-ലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 600 ചില്ലറ ഇരുന്നാണ് ഇപ്പോൾ 103-ലായത്. അങ്ങനെ ഇപ്പോൾ ഫുള്ളായിട്ട് മാറി. ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ ഒരിക്കൽ 103 ഒരിക്കൽ 104. അതിൽ കൂടിയിട്ടില്ല. ഇപ്പം നോർമൽ പൊടി കഴിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് മസിൽ സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മസിൽ ടൈറ്റ്. വേറെ SIT മെഡിക്കൽ കോളേജൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇത് കണ്ടു തുടങ്ങിയപ്പം സാധാ ഡോക്ടർമാരെ കാണിക്കാൻ, അതിനുശേഷം മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊക്കെ പോയി. അതിനുശേഷം അവർ കുറേ ഗുളികയിലേക്ക് തന്നല്ലാതെ ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇത്
അപൂർവമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പം ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം നമ്മളെ പപ്പയുടെ ബന്ധത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഓർഡർ മരുന്നൊക്കെ തരാമെന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്ന് കുറേ മസാജൊക്കെ ചെയ്തു. അതിനുശേഷം പതിയെ മാറ്റം വന്നു തുടങ്ങി. എനിക്ക് നടക്കാനും സാധനമെല്ലാം ചെയ്യാനും കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് വന്നു തുടങ്ങി. മാറ്റം വന്നുകൊണ്ട് സ്ഥിരമായിട്ട് വന്നു തുടങ്ങി. 2 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 2 വർഷം. അതിനുശേഷം പിന്നെ അത് മാറിയോണ്ട് പിന്നെ എടുക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. എൻ്റെ മോനെയാണ് ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ മോനെ ഞാൻ നേറ്റിങ്ങരെയാണ് ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോയത്. പോയപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ വിട്ടപ്പോൾ മസിൽ സംബന്ധമായ രോഗമാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോൾ അവരെന്തിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പോകാൻ പറഞ്ഞു. അപ്പോഴും അവിടെ പോയപ്പോഴും എല്ലാ തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ വേറെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള അസുഖത്തിന് ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് പിന്നെ എൻ്റെ മോൻ നടക്കാൻ പറ്റാതെയായി അങ്ങനെ. അപ്പോൾ വേറൊരാളാണ് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒരു ഡോക്ടറുണ്ട് അവിടെ പോയി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോൻ നടക്കാൻ പറ്റാതെയാണ് കയറി വന്നത്. ഒരു കാലെടുത്ത് വെച്ച് നടക്കാൻ പോലും പറ്റിയില്ലായിരുന്നു വന്നപ്പോൾ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർ അങ്ങനെ ചികിത്സ ചെയ്ത് തടവുകയും നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാം. ഇപ്പോൾ അവൻ വണ്ടി ഓട്ടിക്കും. അവിടെ ഡോക്ടർ പറഞ്ഞ് അവൻ വണ്ടി പോലും ഓട്ടിക്കൂലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവന് ജന്നിയുടെ അസുഖമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ജന്നിയുടെ ഗുളിക കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു രോഗം എൻ്റെ മോനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയില്ലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എൻ്റെ മോൻ വണ്ടി ഓട്ടിക്കില്ല, ഇനി ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോൻ വണ്ടി ഓട്ടിച്ചാണ് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഷുഗറായിരുന്ന സമയത്ത് പണിക്ക് പോയെടുത്ത് കാലിലൊരു കമ്പി കൊണ്ടിട്ടേ അത് ടക്കന മുറിഞ്ഞ് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി. പക്ഷേ അത് ശരിയായില്ല. അവിടെ വന്ന് ഡോക്ടറെ കണ്ട് ഷുഗറിനുള്ള മരുന്ന് കഴിച്ചാണ് സുഖമായത്. അപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ക്ലിയറായി. നേരത്തെ ഹോസ്പിറ്റലിൽ അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു, ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു, എന്നിട്ടും ക്ലിയർ അല്ലായിരുന്നു. അല്ല ഇത് കുറയില്ല, ഷുഗർ കുറയാത്ത ഷുഗറാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇൻസുലിനാക്കിയിട്ടും കൂടുതലായി. എന്നിട്ട് കാല് ഭയങ്കരമായിട്ട് പുണ്ണ് വലുതായി. അതിനുശേഷമാണ് ഇവിടെ വന്ന് നമുക്ക് ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു ചികിത്സയില്ല. കുറച്ച് ദിവസം മരുന്ന് കൂടെ കഴിക്കാൻ പറഞ്ഞ്. പക്ഷേ അത് കഴിച്ച് ഈ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷുഗർ കുറഞ്ഞപ്പം മരുന്ന് ഗുളിക കംപ്ലീറ്റ് മതിയാക്കി. സിദ്ധവൈദ്യത്തിലുള്ള തൻ്റെ താല്പര്യവും പാരമ്പര്യമായി കിട്ടിയ കൈപുണ്യവുമാണ് അച്ഛനപ്പൂപ്പന്മാരുടെ പാത പിന്തുടർന്ന് സിദ്ധവൈദ്യത്തിൽ ബിരുദം നേടാൻ വിവേകിന് പ്രചോദനമായത്. അതെ, സിദ്ധയിൽ നമുക്ക് ഒരു വർഷം നാഡീ ചികിത്സ, പ്രത്യേകം ഒരു 1.5 വർഷത്തെ ഒരു പാഠഭാഗം തന്നെയാണ്. നാഡി നോക്കാനും നാഡി ഡയഗ്നോസിസ് എല്ലാം നമുക്ക് സിദ്ധ, അതായത് BSMSൽ തന്നെ 2ാമത്തെ സെക്കൻഡ് പ്രൊഫഷനിൽ നമുക്കിത് പഠിപ്പിക്കുന്നത്. അതായത് സിദ്ധ ചികിത്സയാണ് ആദ്യത്തെ ചികിത്സയായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സിദ്ധ ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ അതിലൊരു ബ്രാഞ്ചസാണ് ഈ നാഡീ ചികിത്സയിലോട്ട് വരുന്നത്. അത് ഈ സിദ്ധ ചികിത്സയിൽ നിന്ന് തന്നെ ആദ്യത്തെ ചികിത്സയായിട്ടാണ് അത് കണക്കാക്കുന്നത്. സിദ്ധന്മാരിൽ നിന്നാണ് സിദ്ധവൈദ്യം ഉണ്ടായത്. അഗസ്ത്യ മുനിയാണ് ഈ സിദ്ധന്മാരുടെ 18 സിദ്ധന്മാരുടെയും ഗുരുവായി കണക്കാക്കുന്നത് അഗസ്ത്യ മുനിയാണ്. അഗസ്ത്യ മുനിയുടെ ഗുരുവായി കണക്കാക്കുന്നത് മുരുകനെയും, മുരുകൻ്റെ ഗുരുവായി കണക്കാക്കുന്നത് പരമശിവനെയായിട്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. എൻ്റെ ഗുരുവായിട്ടുള്ളത് അച്ഛൻ തന്നെയാണ്. അച്ഛനും അപ്പൂപ്പനും. അച്ഛൻ വളരെ പ്രശസ്തനായ ശശിധരൻ വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ശങ്കരൻ വൈദ്യരാണ്. അപ്പോൾ ഇവരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച വിദ്യകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ധനുവച്ചൂരത്താണ് നമ്മുടെ കുടുംബമായിട്ടുള്ള വൈദ്യശാല. അത് 1901 മുതലുള്ളതാണ്. ഇവിടെ 1975 മുതലാണ് ഇവിടെ. കാലം എത്ര കഴിഞ്ഞാലും പാരമ്പര്യം അതിൻ്റെതായ ഗുണം കാണിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അഗസ്ത്യനാടി പാരമ്പര്യ വൈദ്യശാല.